അമലിലേക്ക് ഒരിക്കൽ കൂടി. അമൽ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം പോലും ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഇന്ന് പുലർച്ചെ വരെയാണ് എങ്കിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ ഈ തിരച്ചിൽ തുടരുക എന്നുള്ളത് തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ? അതും ഇപ്പോൾ 2 റോബോട്ടുകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് അവിടെ ജിബിനുണ്ടാവും നൽകുന്ന വിവരം. അതായത് ആ രക്ഷാപ്രവർത്തനം സമാന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയം കാണുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ സമയം ഇത്രയും ആയിരിക്കുന്നു. മാത്രമല്ല ഈ ആളുകൾ ഇപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായേനെ. അവർ കൂടി അത് സഹകരിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ തർക്കിക്കുന്നുണ്ടല്ലോ മാധു. നേരത്തെ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടെ മാലിന്യം കൃത്യമായി തന്നെ കിടപ്പുണ്ട് ഒരു വേലിക്കപ്പുറത്തേക്ക്. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ അതിലൊക്കെ വിട്ടേക്കൂ. ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള ഒരു തർക്കം എന്നുള്ള നിലയിൽ നിങ്ങളിതിനെ കൊണ്ടുപോകണ്ട. നമ്മൾ 3 പേരും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആ വന്ന സ്ഥലത്ത് ഞാനവിടെ നിന്ന് പോരുമ്പോൾ കണ്ട കാഴ്ച ANIയും PTIയും അടക്കമുള്ള ദേശീയ വാർത്താ ഏജൻസികൾ അവിടെയുണ്ട്. മറ്റു ചില ഇംഗ്ലീഷ് ചാനലുകൾ അവിടെയുണ്ട്. ഇത് നാണക്കേടാണ്. ഇത് ലോകം കാണാൻ പോവുകയാണ്. ഇതുവരെയും അങ്ങനെ മറ്റേതെങ്കിലും ഇംഗ്ലീഷ് ചാനലിലോ ദേശീയ മാധ്യമത്തിലോ ഒന്നും ഞാൻ ഈ വാർത്ത കണ്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ കുഴൽക്കിണറിലൊക്കെ ആൾപ്പെട്ട് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വൈകുമ്പോൾ നമ്മളത് തത്സമയം കൊടുക്കാറുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും. അപ്പോൾ സ്വാഭാവികമായും ഇത് ദേശീയ തലത്തിലും വാർത്തയാകും. വലിയ നാണക്കേടാണ് ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു നാണക്കേട് എന്നുള്ള നിലയില്ല, കേരളത്തിൽ എന്ന് പറഞ്ഞായിരിക്കും വാർത്ത വരുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തർക്കിക്കുന്നവരൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മാലിന്യ സംസ്കരണമൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ കൃത്യമായി പറയുമ്പോൾ പോലും നമ്മൾ മാധു ഇതിപ്പോൾ ആരുടെയും വീഴ്ചയായി ഞാൻ പറയുന്നില്ല. അവിടെ മാലിന്യം കൊണ്ടയിടുന്ന ആളുകൾ പോലും അവരാണ് ഇതിൽ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് ഞാൻ പറയും. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും എല്ലാ മഴ വരുമ്പോഴും നമ്മൾ വെള്ളക്കെട്ടിൽ ഇറങ്ങി നിന്ന് തത്സമയം വാർത്തകൾ നൽകേണ്ടി വരാറുണ്ട്. അങ്ങനെ തത്സമയം വാർത്ത ചെയ്ത സമയത്ത് എനിക്ക് വ്യക്തിപരമായി എൻ്റെ കാലിൻ്റെ അടിവശം പൊള്ളുകയും എനിക്ക് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ദൈവത്തെ ഓർത്ത് എൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ വെള്ളത്തിലിറങ്ങുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെയൊന്നും അതിലേക്ക് തള്ളിവിടാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക എന്ന് മാത്രമേ അത് പറയാനുള്ളൂ. ശരി.